എടാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ശരി, നീ പോയിട്ട് വാ. ഓ ഇനി ഞാനെങ്ങനെയും എന്റെ റൂം ചെക്ക് ചെയ്യും. ഇനിയിപ്പോ റൂമിനകത്തല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. എന്ത് ചെയ്യണം? ഒരു ഐഡിയ ആവാൻ വരട്ടെ. എടാ നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? എടാ ഇവിടെ ഈ എന്താ എന്താ എന്ത് പിന്നെ എണ്ണയും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. നീ ഒന്ന് പോയി മേടിച്ചോണ്ട് വരുമോ? ഞാനപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞ ദിവസം മേടിച്ചില്ലോ, ഇത്ര വട്ടം തീർന്നോ? അതിന് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അത് ഒരുപാടൊന്നും മേടിക്കണ്ട, ഇച്ചിരി മേടിച്ചാൽ മതി. അത് തീർന്നോന്ന് വെച്ചാൽ ഇപ്പൊ തീരും. ചിലപ്പോ ഇന്ന് കഷ്ടിച്ച് ഇന്ന് രാത്രി ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നീ പെട്ടെന്ന് പോയി ഒരു ഇച്ചിരി മേടിച്ചോണ്ടോ. ഒരുപാടൊന്നും മേടിക്കണ്ട, ഇച്ചിരി മേടിച്ചാൽ മതി. ഞാൻ അപ്പത്തേക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, നീ ലിസ്റ്റ് എടുത്ത് ഞാൻ മേടിച്ചിട്ട് വരാം. ഇതാ ലിസ്റ്റ്, പോയി മേടിച്ചിട്ടാ. നിനക്ക് എന്താ ഒരു കള്ള ലക്ഷണം? കള്ള ലക്ഷണോ? എനിക്കോ? അത് നിന്റെ തോന്നല് മാത്രം. നീ പോയി മേടിച്ചിട്ട് തന്നെ ഫ്രഷ് ആവട്ടെ. പെട്ടെന്ന് പോ. ഓ സമാധാനായി. സോറി അളിയ, വേറെ ഒരു വഴിയില്ല. ഇങ്ങനത്തെ ഒരു പെങ്ങളുണ്ടായിപ്പോയി. അവൻ വരുന്നതിന് പിന്നെ റൂം അപ്പി നോക്കാം, വല്ലതും കിട്ടുമോ. ഒന്നും കിട്ടാൻ സാധ്യതയൊന്നുമില്ല. എന്തൊക്കെയാലും അവന്റെ ജീവിതം വല്ലതും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടട്ടെ. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. അലമാരി തപ്പി നോക്കാം. ഇത് എന്തുവാ ഇത്? ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു കെട്ട്. ഇത്രയും ഡ്രസ്സൊക്കെ അവനുണ്ട്, എന്നിട്ടാണ് എപ്പോഴും ഇതൊക്കെ തന്നെ ഇട്ടുകൊണ്ട് കിടക്കുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇത് കഷ്ടം. ഈ 1-2 ഫോട്ടോസും ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെന്തോ ഒന്നും വേറെ ഒരു ഒന്നുമില്ലേ? ഇതെന്താ സാധനം? ഇത് ഡയറി അല്ലേ? ഇത് ലോക്കാണല്ലോ. തിരിച്ചും മറിച്ചൊക്കെ നോക്കാം. നീ എന്താ അവിടെ ചെയ്യുന്നത്? നീ ഇത്ര പെട്ടെന്നാന്നോ? പെട്ടെന്ന് വന്നു. നീ എന്താ അവിടെ ചെയ്യുന്നത്? എന്തിനാണ് ഡയറി എടുത്ത് വെച്ചിരിക്കുന്നത്? അത് പിന്നെ എനിക്ക് ചാർജർ ഇടാ, ഫോണിന്റെ ചാർജ് തീർന്ന്. അപ്പൊ ഞാൻ ചാർജർ തപ്പി ഇറങ്ങിയതാ. എന്നിട്ട് ഇപ്പോഴാ ഇവിടെ ഇരിക്കുന്ന കണ്ട, പെട്ടെന്ന് എടുത്ത് നോക്കിയതാ. ചുമ്മാ ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒന്ന് തിരിച്ചു നോക്കിയതാ. ചാർജർ ആ ഡെസ്കിനകത്തോണ്ട് എടുത്തു. അതവിടെ വെച്ചേക്ക്. ശരി. എന്താടാ ഡയറി ഒക്കെ ഇങ്ങനെ ലോക്കൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്? ഏതെങ്കിലും പേഴ്സണൽ ആയിട്ട് വല്ലതും എഴുതിയതാണ്? ഡയറി എന്ന് വെച്ചാൽ പേഴ്സണൽ കാര്യങ്ങൾ എഴുതാനാണല്ലോ. അതിപ്പോ അത് ലോക്ക് ചെയ്ത് വെക്കണം തോന്നി. നീ പോയി ചാർജർ എടുക്കും, ഫ്രഷ് ആവും. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ചാർജർ താങ്ക് യു. ഈ പെണ്ണ് 100 ആയുസാണല്ലോ വിളിക്കൂ. ഹലോ ചേട്ടാ, എന്തായി? എന്തെങ്കിലും കിട്ടിയോ? ഒന്നും പറയണ്ട. ഞാൻ അവിടെ നോക്കിയിട്ട് ആദ്യം ഒന്നും കിട്ടിയില്ല. ഒരു ഡയറി കിട്ടിയായിരുന്നു, പക്ഷെ അത് എടുത്തപ്പോ തന്നെ അവൻ വന്നു. ഒന്ന് നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഡയറിയോ? എന്ത് ഡയറി? അതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് നമ്പർ ലോക്ക് ഉണ്ടായിരുന്നു. അതെടുത്തപ്പോ തന്നെ അവൻ വന്ന് എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഡയറി ഒന്നും കൂടെ എടുക്കാൻ പറ്റുമോ? നമ്പർ ലോക്ക് എന്നാണെന്നറിയാം. ഞാൻ പറഞ്ഞില്ലേടി, എനിക്ക് അവൻ മര്യാദക്ക് നോക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ തന്നെ അവൻ വന്ന് അതവന്റെ ഞാൻ അങ്ങ് കൊടുത്തു. ഇനി പിന്നെപ്പോഴും തപ്പ. ഇനി ഉടനെ വല്ലതും പോയി തപ്പിക്കഴിഞ്ഞാൽ അവന് ഉറപ്പായിട്ടും ഡൗട്ട് അടിക്കും. ശരി, പിന്നെ എന്തെങ്കിലും കിട്ടിയോ അവിടെ? പിന്നെ അവിടെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ ആകെ അവന്റെ വീട്ടുകാരുടെ ഫോട്ടോ, അവന്റെ ചേച്ചിയുടെ കല്യാണ ഫോട്ടോ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഫോട്ടോ പോയിട്ട് ഒരു കുന്തും ഇല്ല. എന്റെ ഡ്രസ്സും ബാഗും ബുക്കും അതൊക്കെ ഉള്ളൂ. വേറെ ഒന്നും ഇല്ലായിരുന്നു അവിടെ. ശരി, എന്നാ ഞാൻ വെക്കുക. നീ കഴിക്കാൻ വരുന്നില്ലേ? ഞാൻ വരുവോ? ഇത് ശരിക്കും ഞാൻ ശരിക്കും പ്രഗ്നന്റ്. പക്ഷേട്ടാ, എനിക്ക് കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അത് ഞാൻ പ്രഗ്നന്റാ. എന്താ നീ പറഞ്ഞ? നിങ്ങളൊരു അച്ഛനാവാൻ പോവാണെന്ന്. ഇത് കള്ളോ? ചുമ്മാ നിന്നെ പറ്റിക്കാൻ. ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ്. നീ കൺഫേം ആണോ? ഞാൻ 7 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം പോസിറ്റീവാ. ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. നോ, ഇത് സത്യമല്ല. ഞാൻ ഇതൊരിക്കലും പാടില്ല. ഞാൻ അവളുടെ ജീവിതം പിന്നെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവളെ ഭാര്യയായിട്ട് കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ഇടയ്ക്കൊരു കുഞ്ഞും കൂടെ എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. ഇപ്പൊ തന്നെ ഞാൻ അവളുടെ ജീവിതം നശിപ്പിച്ചെന്ന് ഓർത്ത് എനിക്കൊരു സമാധാനം ഇല്ല. ഇപ്പൊ പിന്നെയും ഞാൻ കാരണം എനിക്ക് പറ്റുന്നില്ല ഇതൊന്നും. എന്നെ ഒന്ന് ഇച്ചിരി ഒറ്റയ്ക്ക് വിടുക പ്ലീസ്. എനിക്ക് ഇച്ചിരി തനിച്ചിരിക്കണം. നീ ദേവിയിലൊന്ന് പോവും. ഞാൻ പോവാ. നിങ്ങൾ എപ്പോഴാന്ന് ചോദിച്ചാ രുദ്ര, നിന്നെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. നീ എന്താ എത്ര നേരമായിട്ട് ഫോൺ എടുക്കാന്ന്? എന്താ അമ്മയ്ക്ക് വേണ്ടേ? നട്ടപ്പാതിരക്ക് വിളിച്ചത് എന്തിനാ? സോറി. അവിടെ രാത്രി ആയിരുന്നല്ലേ, ആ കാര്യം ഞാൻ മറന്നുപോയി. സോറി. ഇനിയിപ്പോ സോറി പറയാനാണ് വിളിച്ചത്. എന്താന്ന് വെച്ചാ പറ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതെ, ഇപ്പൊ എന്നെ രുദ്ര വിളിച്ചായിരുന്നു. ഈ രാത്രി ഇവർക്ക് ഒരു പണിയില്ലേ? എന്തിനാ ഇപ്പൊ അമ്മയെ വിളിച്ചത്? നിന്റെ അവിടെ മാത്രമേ ഉള്ളൂ രാത്രി, ഇവിടെ എല്ലാം പകലാണ്. അവളുടെ അവിടെയും പകലാണ്. ഞാൻ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അവൾ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ വിളിച്ചത്. ന്യൂസ് എന്തോന്ന് പറ, എനിക്ക് ഉറക്കം വരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, നീ ഒരു മാമനാവാൻ പോവാ. എന്താണ്? രുദ്ര പ്രഗ്നന്റ് ആണെന്ന്.
അമ്മ, ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് വിളിക്കാവേ. ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുന്നു. ഞാൻ ഹാപ്പി അല്ലാതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. അവളുടെ അമ്മ ഉണ്ടല്ലേ, പക്ഷെ അത് സന്തോഷത്തോടെ ജീവിക്കല്ലേ. പിന്നെ ഞാനെന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? ഇങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും പാടില്ല. വളരെ മോശം. എല്ലാം മറക്കണം. എനിക്കത് ഞാൻ കാരണം അവൾ ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ ഇവിടെ ഇരുന്ന് ശരിയാകത്തില്ല. പുറത്തോട്ട് അതാ നല്ലത്. അമ്മ, ഓ പേടിച്ചു പോയല്ലോ. നീ എന്താടാ രാവിലെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല. അത് രാവിലെ അമ്മ വിളിച്ചായിരുന്നു, പിന്നെ ഉറക്കം വന്നില്ല. അതാ. എന്താ ചുമ്മാ വിളിച്ചാണ്? എന്തെങ്കിലും കാര്യം വല്ലതും ഉണ്ടോ? അത് ചേച്ചിക്ക് വിശേഷം ഉണ്ടെന്ന് പറയാൻ വിളിച്ച. എനിക്ക് തലവേദന എടുക്കുന്നു. ഞാൻ ചിലവ് കിടക്കട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. ചേച്ചിയുടെ അടുത്ത് എന്റെ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞേക്കാടാ. പോയോ? ഇത് എന്ത് പറ്റി? ഇവനെന്ത് ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നേ? തലവേദന വല്ലതും. നീ എന്താടി എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്? ഒരുപാട് ദിവസമല്ലോ രണ്ടുപേരും ഓഫീസിലോട്ട് വന്നിട്ട്. എന്ത് പറ്റി? അത് പിന്നെ ഞാൻ പ്രഗ്നന്റാ. എന്നിട്ട് നീ ഇത് ഇപ്പോഴാണോ പറയുന്നത്? കൺഗ്രാറ്റ്സ്. അതുകൊണ്ടാണോ നിങ്ങൾ രണ്ടുപേരും ഇത്രയും ദിവസം വരാതിരുന്നത്? എന്തൊക്കെയാലും എനിക്കൊരു സന്തോഷമായി. എന്ത് പറ്റിയടി നിനക്കൊരു സന്തോഷമില്ലാത്ത? എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല, എന്റെ സ്വാർത്ഥത കൊണ്ട് ചെയ്തതാ. പക്ഷെ വളരെ വലിയ തെറ്റായിപ്പോയി. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു സമാധാനം എനിക്ക് കിട്ടുന്നില്ല. കുറ്റബോധവാ. എന്റെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ലടി എന്ത് ചെയ്യണം. നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് തിരിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്ത് തെറ്റാ ചെയ്ത? ആരോടാ ചെയ്ത? നീ എന്നോട് എപ്പോഴും ചോദിക്കാറില്ല എന്റെ മുഖം എന്താ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോഴൊന്നും എനിക്ക് നിന്നോടൊന്നും പറയാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയണം. അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് ഞാൻ മരിച്ചു. നിനക്കൊരു കാര്യം അറിയാമല്ലോ, എനിക്ക് കാശിയേട്ടന് എന്തോ ഒരു ഇഷ്ടമെന്ന്. പക്ഷെ കാശിയേട്ടന് എന്നോട് അങ്ങനത്തെ ഒരു ഇഷ്ടമില്ല. എന്നെ നോക്കത്ത് പോലും ഇല്ല. ഒരു വർഷം കഴിഞ്ഞു, എന്നിട്ട് പോലും എന്നെ ഒരു ഭാര്യ എന്ന നിലയിൽ നേരെ പരിഗണിച്ചിട്ട് എനിക്ക് ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ടായിട്ടെങ്കിലും എന്നെ ഒന്ന് കണ്ടുകൂടെ? അതുപോലും ഇല്ല. എന്നോടൊന്നും മിണ്ടത്തോടെ ഇല്ല. എന്തിനെന്റെ മുഖത്ത് പോലും ഒന്നും മര്യാദയ്ക്ക് നോക്കത്തില്ല. എന്താ എങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും ഞാൻ വിചാരിച്ചു കഴിയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. എന്നാ ഒരു ദിവസം രാത്രി ഇങ്ങനെ എന്നോട് ഡിവോഴ്സിനൊക്കെ പറ്റി സംസാരിച്ചു. ഞാനത് അപ്പോൾ വലിയ കാര്യമൊന്നും ആക്കിയില്ല. ജസ്റ്റ് ചുമ്മാ പറഞ്ഞാക്കിയെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം കള്ളു കുടിച്ച് വന്ന് ഡിവോഴ്സ് പേപ്പർ എൻ്റെ മുമ്പിൽ കൊണ്ടു വെച്ച്. എനിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. ഞാനൊരു വളരെ വലിയ തെറ്റിയിട്ട് അങ്ങേരെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങേരുടെ ഡ്രഗ്സ് വയാഗ്ര മിസ് ചെയ്തു. മനഃപൂർവ്വം ചെയ്താലും വേറെ വഴിയില്ലായിരുന്നു. എനിക്ക് അങ്ങേരെ എങ്ങനെയെങ്കിലും എൻ്റെ വേണം. അങ്ങേരില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതിനുശേഷം ഒരു മാറ്റവും ഇല്ല. കൂടുതൽ കാര്യങ്ങൾ വഷളായതേ ഉള്ളൂ. പണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ എന്നോട് വല്ലപ്പോഴെങ്കിലും ഒന്നും മിണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റാന്ന് പറഞ്ഞു. എനിക്കൊരുപാട് സന്തോഷമായി. ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ അകലില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. നേരെ വാതിലടച്ചിരിക്കുമായിരുന്നു. ഒരുപാട് തട്ടി വിളിച്ചു. ആ കണ്ണുകളിൽ കുറ്റബോധമാണ്. എന്തോ വലിയ തെറ്റിയത പോലെ. ശരിക്കും തെറ്റിയത് ഞാനല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണമെന്ന്. ആകെ എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് വട്ട് പിടിക്കുന്നു. ഇനിയും ചെയ്താൽ ഞാൻ വല്ല ആത്മഹത്യയും ചെയ്യുന്നെനിക്ക് തോന്നി. അതാ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത്. നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് സാറിന് നിന്നെ ഇഷ്ടമല്ലെന്നാണോ? എനിക്കറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിന് സാർ ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതൊന്നും നിന്നല്ലല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്?